കടലിനടിയിലെ അത്ഭുത കാഴ്ചകൾ കണ്ടു നീ സ്വപ്നങ്ങൾ കണ്ടുറങ്ങ് കാണാക്കടലിലെ നീ തേടിപ്പോയൊരു കിഴവന്റെ കഥ കേട്ട് നീ ഉറങ്ങ് മണ്ണിലെ സ്വർഗത്തിൽ നീ പിറന്നു കുഞ്ഞ് മണ്ണിനരൂപയായി നീ വളരും മാനും ഉയരും മഴയിലും മാടത്തെ മാമാങ്കമാടുന്ന കുഞ്ഞിനായി മുക്കുറ്റി മന്ദാരം ചെത്തി ചെന്താമരം മുല്ലയും പൂക്കുമെൻ മുത്തിനായി വിണ്ണിലും മണ്ണിലും ആകാശദേശത്തും വർണ്ണങ്ങൾ കണ്ടെന്റെ കുഞ്ഞുറങ്ങ് വറ്റാത്ത സ്നേഹത്തിൻ തേൻ തുള്ളിയായി വാത്സല്യ പോക്കുറും നീയുറങ്ങ് വീണ്ടും പുലരി പിറക്കും വരയ്ക്കുമൻ വാമേ വേഗമുറങ്ങുറങ്ങ് വാമേ വേഗമുറങ്ങുറങ്ങ് വാമേ വേഗമുറങ്ങുറങ്ങ്. ഹേ ഗായ്സ്, ദിസ് ഈസ് ആകാശ്. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ അടുത്തൊരു വ്ളോഗ് ചെയ്യുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ, ധനുഷ്കോടി. ഇതിൽ 30 കിലോമീറ്റർ தான் சார் ஸ்ரீலங்கா. പാലക്കാട് നിന്നാണ് നമ്മൾ ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് പാലക്കാട് വഴി നമ്മൾ പൊള്ളാച്ചി പോയി, പൊള്ളാച്ചിയിൽ നിന്ന് ഉടുമ്പൽപേട്ട വഴി നമ്മൾ മൂന്നാർ കയറി, മൂന്നാർ ഗ്യാപ്പ് റോഡെല്ലാം കവർ ചെയ്ത് പൂപ്പാറ വഴി നമ്മൾ ബോഡിമേട്ട് ഇറങ്ങി തേനി മധുര വഴി രാമേശ്വരം പോയി അവിടെ നിന്ന് നമ്മൾ ധനുഷ്കോടി പോകാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. നമ്മൾ രാവിലെ ഒരു 5 മണിക്കായിരുന്നു റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഉടുമ്പൽപേട്ടയെല്ലാം കഴിഞ്ഞ് ആനമലൈ ടൈഗർ റിസർവ്, അതായത് ചിനാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി വഴി ഇരവിക്കുളം നാഷണൽ പാർക്ക് എല്ലാം കഴിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ മൂന്നാറിലോട്ട് എത്തുക. ഏകദേശം ഒരു 87 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഉടുമ്പൽപേട്ടയിൽ നിന്ന് മൂന്നാറിലോട്ട്. പോകുന്ന വഴിക്കാണ് നമുക്ക് മറയൂർ ചന്ദനക്കാടെല്ലാം കാണാൻ പറ്റുക. അവിടെ നിന്ന് ലെഫ്റ്റ് ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാന്തല്ലൂർ എന്ന മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ചിനാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ മഴയെല്ലാം കഴിഞ്ഞ് ആ ഒരു പച്ചപ്പ് ഉള്ള സമയത്ത് വരണം. അപ്പോൾ ആയിരിക്കും ഫുൾ ഗ്രീനറി വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. ഇനി കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് ചെക്ക് പോസ്റ്റിലേക്ക് എത്താൻ പറ്റും. അവിടെ നിന്നാണ് നമ്മൾ ആനമലൈ ടൈഗർ റിസർവിലോട്ട് കിടക്കുക. ഇതാണ് ഈ റൂട്ടിലെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ വണ്ടി നമ്പറും പേരും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് വേണം ആനമലൈ ടൈഗർ റിസർവിലോട്ട് കിടക്കാനായിട്ട്. ഇനി അങ്ങോട്ട് നമ്മൾ അങ്ങനെ മല കയറാൻ തുടങ്ങുകയാണ്. കുറേ വൈൽഡ് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന കിടിലൻ റൂട്ടാണല്ലോ ഇത്. ശരിക്കും ലാസ്റ്റ് ടൈം വന്ന സമയത്ത് നമ്മളവിടെ ആനനെല്ലാം സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കരടി, കാട്ടുപോത്ത്, ആന, പുലി, അതുപോലെ ഒരുപാട് വൈൽഡ് ആനിമൽസ് ഈ ഒരു ആനമലൈ ടൈഗർ റിസർവോയിലുണ്ട് കേട്ടോ. ആതിരപ്പള്ളി പോലെ തന്നെ ഒരു വേറെ ടൈപ്പ് ഓഫ് ഫോറസ്റ്റാണ് ഇത്. ശരിക്കും ഒരു തിക്നെസ് ഇല്ല. ലൈക്ക് ആതിരപ്പള്ളി ഒരു ഭയങ്കര തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റാണ്, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു തിക്നെസ് എനിക്ക് കണ്ടിട്ടില്ല. പക്ഷെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ശരിക്കും ഈ റോഡ്. വൈൽഡ് ആനിമൽസ് ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് നമുക്ക് ഈ റോഡിൽ ഒരുപാട് ഹമ്പുകൾ കാണാൻ പറ്റും പോകുന്ന വഴിക്ക്. ഞാനറിയും കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച,
ഏ അതെയോ? റോഡിലാണോ? ആ ആ ആ ഓക്കെ ഓക്കെ ശരി 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 ആ ശരി ശരി ഓക്കെ ശരി. പിന്നെ കളി ആന ഉണ്ടെന്നാണ് പറയണത്. സീനൊന്നുമില്ല, നമ്മൾ മെല്ലെ പോവാം. നീ വാരിയ ചുടുചോറൊപ്പം റോഡിലും റോഡ് സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് ആനപ്പിണ്ടകൾ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം ആനയെ സ്പോട്ട് ചെയ്യാൻ പറ്റുമില്ല എന്നൊക്കെ. അക്കാണും മാമലയൊന്നും നമ്മുടേതല്ലൻ മകനേ. ഒരുപാട് ദൂരം വന്നതിന് ശേഷം എനിക്ക് ആനനെയൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആനയെല്ലാം ഉള്ളിലോട്ട് കാട് കയറി പോയി കാണുന്നുണ്ടാവും. ആനപ്പിണ്ടം മാത്രം ബാക്കി നിൽക്കുക നമ്മുടെ യാത്ര ഇനി മുന്നോട്ട്. ഇനി ഏകദേശം ഒരു 20 കിലോമീറ്ററോടെ കഴിഞ്ഞാൽ നമ്മൾ മറയൂർ ടൗണിലോട്ട് എത്തും. നമ്മളങ്ങനെ മറയൂർ ടൗൺ എത്തിയിരിക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ ലെഫ്റ്റ് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാന്തല്ലൂർ എത്താൻ പറ്റും. ഒരുപാട് ആപ്പിൾ തോട്ടങ്ങളും ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്പോട്ടാണ് ശരിക്കും കാന്തല്ലൂർ. ഞാൻ ഇതുവരെ കാന്തല്ലൂർ പോയിട്ടില്ല കേട്ടോ. ഒരിക്കൽ മൂന്നാറിൽ നിന്ന് വരുന്ന സമയത്ത് 14 കിലോമീറ്ററുകൾ പറഞ്ഞിട്ട് ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കാന്തല്ലൂർ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതുമാത്രം ജസ്റ്റ് കണ്ട് തിരിച്ചു വരുമായിരുന്നു. നമുക്കിനി ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട് മൂന്നാറിലോട്ട് കേട്ടോ. മറയൂർ ചന്ദനക്കാട് വഴിയെല്ലാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ റൂട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ ഈ മറയൂർ വഴി മൂന്നാറെല്ലാം. യു റിയലി നീഡ് ടു കം ടു ദിസ് പ്ലേസ് മാൻ ടു നോ വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി. റോഡൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്കിനി കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ മൂന്നാറിലോട്ട്. തേയിലത്തോട്ടങ്ങളെല്ലാം സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട് ഇപ്പോൾ. തേയിലത്തോട്ടവും ഈ ഒരു KSRTC കാണാൻ ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പറയാൻ മറന്ന മാക്കുമായി ദീപമേ കിനാവു പോലെ കണ്ണിലേകുവാൻ നിഴൽ പോലെ അഴലാലേ വെയിൽ നീളേ പദയാത്ര. നമ്മളങ്ങനെ ഗ്യാപ്പ് റോഡ് എത്തിയിരിക്കുകയാണ്. ഞാൻ കുറേ ടൈം ഈ ഒരു ഗ്യാപ്പ് റോഡ് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കോടയൊന്നും ഇല്ലാത്തൊരു ഗ്യാപ്പ് റോഡ് ഞാനിപ്പോഴാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ വന്ന ടൈം അങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം മൂന്നാറിന്ന് കഴിച്ചാണ് ഗ്യാപ്പ് റോഡിലോട്ട് കയറിയത്. ഇനി കുറച്ച് ദൂരം കൂടെ പോയി ഒരു ചായ എല്ലാം കുടിച്ച് പൂപ്പാറ വഴി ബോഡിമേട്ട് ഇറങ്ങി തേനി പിടിച്ച് നമ്മൾ നേര് മധുരയിലോട്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 347-350 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നമുക്ക് ധനുഷ്കോടിയിലോട്ട്. അരിവുകളാലേ പൂമഴ പോലെ മണ്ണിൽ നീലനിലാവിൻ പൊന്നലയാലേ നാദലയങ്ങൾ. കാലം അറിവുകളാലേ അരിവുകളാലേ പൂമഴ പോലെ മണ്ണിൽ. സോ നമ്മളങ്ങനെ ഗ്യാപ്പ് റോഡിനോട് വിട പറയാൻ സമയമായിരിക്കണം. നമ്മളിനി കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ പൂപ്പാറ എത്തും. അവിടെ നമുക്ക് ഏകദേശം ഒരു 55 കിലോമീറ്റർ ഉണ്ട് ബോഡിമേട്ട് വഴി തേനി എത്താനായിട്ട്. അത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് സ്ട്രെച്ച് ഓഫ് ഹൈവേസ് ആണ് നമുക്ക് മധുര, രാമേശ്വരം, ധനുഷ്കോടിയൊക്കെ എത്തുന്നത് വരെ. വി ആർ റൈഡിങ് ലിറ്ററലി ഇൻ ടു ദ ക്ലൗഡ്സ് മാൻ. എൻ്റെ പൊന്നെ ശരിക്കും വേറെ മൂഡ് കേട്ടോ.
എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു മൂന്നാർ ഗ്യാപ്പ് റോഡിലൊന്നും നമുക്ക് കോട കിട്ടാത്തതിൽ. പക്ഷെ ബോഡി മോഡിൽ ഇറങ്ങിയത് ഫുൾ കോടയാണ്. ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ മാൻ. ഐ എം ലിറ്ററലി ഹാപ്പി. കരയേറിയൊരു ദിനം ഇളമുളം കാട്ടിലെ നീറുകൾ ഇനി നമുക്ക് കുറച്ച് ഏതാനും കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ബോഡിമേട് എത്താനായിട്ട്. ഇവിടെ നിന്ന് 118 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നമുക്ക് മധുരയിലോട്ട്. എനിക്ക് പേഴ്സണലി ഹൈവേസ് മാത്രം ഓടിക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനെ റൂട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ മൂന്നാർ വഴി ധനുഷ്കോടി പോകാമെന്നൊരു പ്ലാനാണ് ഇട്ടത്. മനോരാജ്യമാ ഗോപുരങ്ങളിൽ ഇപ്പോൾ സമയം അങ്ങനെ 4:45 നമ്മളങ്ങനെ 107 കിലോമീറ്ററോളം മധുരയിൽ നിന്ന് സ്ട്രെയിറ്റ് സ്ട്രെച്ച് ഓഫ് ഹൈവേ ഓടിച്ച് നമ്മൾ രാമേശ്വരം എത്താനായിട്ടുണ്ട്. ഇനി ഏതാനും കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് പാമ്പം പാലത്തിലോട്ട്. ഹൈവേ എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും അടിപൊളി റോഡാണ്. തേനിയിൽ നിന്ന് ധനുഷ്കോടി എത്തുന്നത് വരെ ഒരു 100-120 നമുക്ക് ഇങ്ങനെ ക്രൂസ് ചെയ്ത് വരാം. ശരിക്കും ഒരു രക്ഷയില്ലാത്ത റോഡായിരുന്നു കേട്ടോ മധുരയിൽ നിന്ന് രാമേശ്വരത്തിലോട്ട് ഈ റോഡ് എന്ന് പറയുന്നത്. താങ്ക്സ് ടു തമിഴ്നാട് ഗവൺമെൻറ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ റോഡ്. നമ്മളങ്ങനെ കറക്റ്റ് സൺസെറ്റ് സമയമാകുമ്പോഴേക്കും പാമ്പമ്പാലം എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് സൺസെറ്റ് എല്ലാം കണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് നമ്മളെ യാത്രയിൽ ഇനി രാമേശ്വരത്തിലോട്ട്. ഞാനൊരു 10-20 സെക്കൻഡ് മുമ്പ് എത്തിയിരുന്നെങ്കിൽ ഈ ഒരു ട്രെയിനിൻ്റെ കാഴ്ച നമുക്ക് ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണാമായിരുന്നു. ഇതാണ് പാമ്പം പാലത്തിൽ നിന്നുള്ള വ്യൂസ്. രാജ്യത്തെ ആദ്യത്തെ കടൽപ്പാലം. പാമ്പൻ ദ്വീപിലോട്ട് എത്തിച്ചേരാനായിരുന്നു ബ്രിട്ടീഷുകാർ ശരിക്കും ഈ ഒരു പാലം നിർമ്മിച്ചത്. ഈ ഒരു പാലത്തിൻ്റെ പണി 1911 ആരംഭിക്കുകയും 1914 ഈ പാലം തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2.4 കിലോമീറ്റർ നീളമാണ് ഈ ഒരു പാലത്തിൻ്റെ ദൂരം എന്ന് പറയുന്നത്. പാലത്തിൻ്റെ റോ മെറ്റീരിയൽസ് എല്ലാം ലണ്ടനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വന്ന് ജോയിൻ ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് സിലനിലോട്ടും സിലനിൽ നിന്ന് ഇന്ത്യയിലോട്ടും ഗുഡ്സ് എല്ലാം എക്സ്പോർട്ട് ചെയ്യാനായിരുന്നു ഈ കപ്പലുകൾ ഈ പാലത്തിലൂടെ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. കപ്പൽ ചാലായിരുന്നു ഈ ഒരു പാലം. ഒരേ സമയം ട്രെയിനിനും ഷിപ്പിനും കടന്നു പോകാൻ പറ്റുന്ന ഒരു പാലമായിരുന്നു ഇത്. കപ്പൽ പോകുമ്പോൾ ഈ ഒരു ബ്രിഡ്ജ് 2ആയി തുറക്കും മുകളിലോട്ട്. അതുവഴി കപ്പലിന് പോകാം. ഇവിടെ നിന്ന് വെറും 30 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ശ്രീലങ്കയുടെ തലൈമാനറിലോട്ട്. ഓൾമോസ്റ്റ് ഒരു 13 കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് രാമേശ്വരത്തിലോട്ട്. നമ്മൾ ഇന്ന് അവിടെ പോയി റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് നാളെ ആയിരിക്കും നമ്മൾ ധനുഷ്കോടിയിലോട്ട് പോകും. Welcome to the second day of the ride. We are heading to the last land of India, Dhanushkodi. സോ നമ്മളങ്ങനെ രാമേശ്വരത്ത് നിന്ന് രാവിലെ ഇറങ്ങി ധനുഷ്കോടിയിലോട്ട് പോവുകയാണ്. മൂന്നാറിൽ നിന്ന് രാമേശ്വരം എത്തുന്ന ഹൈവേ ഒന്നും വലിയ ഇമ്പ്രസീവായി തോന്നില്ല. പക്ഷേ ഈ ഒരു 10 കിലോമീറ്റർ ഫ്രം രാമേശ്വരം ടു ധനുഷ്കോടി കിടിലൻ. എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ബേ ഓഫ് ബംഗാളും എൻ്റെ റൈറ്റ് സൈഡ് കാണുന്നത് ഇന്ത്യൻ ഓഷനുമാണ്. ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു പോയിന്റാണ് അരിച്ചൽ മുന. അതായത് ഈ ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ ഓഷനും കൂടെ ചേരുന്ന ഒരു പോയിന്റ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡാണ് ടു അരിച്ചൽ മുന. സോ നമ്മളങ്ങനെ ധനുഷ്കോടി എത്തിയിരിക്കുകയാണ്. 1964 ഡിസംബർ മാസം 22-ാം തീയതി ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാണ്ടായ ഒരു കൊച്ചു നഗരം.
ആൻഡമാനിൽ രൂപപ്പെട്ട ഒരു ചുഴലിക്കാറ്റ് ശ്രീലങ്കയൊക്കെ തകർത്തു മറിച്ച് ഇന്ത്യ തീരത്തോട്ടടിച്ചു. ഇന്ത്യയിലെ രാമേശ്വരം ധനുഷ്കോടിയിലായിരുന്നു അത് ബാധിച്ചത്. ഏകദേശം 1800ഓളം ജീവനാണ് കടലെടുത്തത്. ഒരു പട്ടണം തന്നെ ഇല്ലാതായി. 1964 ചുഴലിക്കാറ്റിൽ അധികമൊന്നും പറ്റാതെ പിടിച്ചെന്ന ഒരു അമ്പലമുണ്ട്, കോദണ്ഡരാമ ടെമ്പിൾ. അങ്ങോട്ട് പോണ വഴിയാണിത്. ഒരു രക്ഷയില്ലാത്ത റോഡാട്ടോ. 2 സൈഡ് കടലും നടുൽ കൂടുള്ള റോഡും. 75% ടൗണും കടലെടുത്തു എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ടൗൺ എന്ന് പറയുന്നത് ധനുഷ്കോടിയായിരുന്നു. ധനുഷ്കോടി പോയതോടെ ഇപ്പോൾ രാമേശ്വരമാണ് ഇവിടുത്തെ ടൗൺ. 1880കളിലും ഇന്ത്യയിലെ പല സംസ്ഥാനത്തു നിന്നും ശ്രീലങ്കയിലോട്ട് ടീ പ്ലാന്റേഷനിൽ പണിയെടുക്കാൻ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അവർ യൂസ് ചെയ്തൊരു പോർട്ടാണ് ഈ ധനുഷ്കോടിയിലെ പോർട്ട് എന്ന് പറയുന്നത്. ശ്രീലങ്കയിലെ തലൈമാനാർ പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു അവർ പോയി ഇറങ്ങിയത്. തൂത്തുക്കുടി വഴി അല്ലെങ്കിൽ ധനുഷ്കോടി വഴിയായിരുന്നു പല ആൾക്കാരുടെയും യാത്ര. അവിടെ നിന്ന് കൊളംബോ പോലെയുള്ള മറ്റ് ശ്രീലങ്ക സംസ്ഥാനങ്ങളിൽ പോയിട്ട് അവർ ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുമായിരുന്നു. ചെന്നൈയിലെ എഗ്മൂറിൽ നിന്ന് പാപ്പംപാലം വഴി ധനുഷ്കോടിയിലെ റെയിൽവേ സ്റ്റേഷനിലെത്താം. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ കടൽപ്പാലത്തോട്ട് പോയാൽ അവിടെ സ്റ്റീം ബോട്ട് വഴി ശ്രീലങ്കയിലെ തലൈമാനാറിലോട്ട് ബോട്ട് ഇറങ്ങിയ ശ്രീലങ്കയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും വീണ്ടും ട്രെയിനിലോട്ട് പോകാം. അങ്ങനെയായിരുന്നു ഇവിടുത്തെ ആൾക്കാരെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ 3 യാത്രയും കൂടെ ഒരൊറ്റ ഒരു ടിക്കറ്റ് മതിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കടലിൽ നിന്ന് എടുത്ത് പണിത ഈ ഷെല്ല് പോലുള്ള ഐറ്റംസ് കൊണ്ടുണ്ടാക്കിയ കുറേ കടകൾ കാണാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം എന്താണെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാർക്ക് ഒടുക്കത്തെ സ്നേഹം കേട്ടോ. എനിക്ക് കുറച്ച് നേരം ഇടപഴകിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ധനുഷ്കോടിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ്. ഒരു പ്രേത നഗരം എന്നാണ് ധനുഷ്കോടിയെ വിശേഷിപ്പിക്കുന്നത്, ദ ഗോസ്റ്റ് ടൗൺ. ടൗണിലുള്ള എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഹോസ്പിറ്റൽ, റെയിൽവേ സ്റ്റേഷൻ, ആരാധനാലയങ്ങൾ എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഇല്ലാതായത്. ധനുഷ്കോടി എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കാരുടെയും മൈൻഡിൽ വരുന്ന ഒരു ചർച്ചുണ്ട്. അതാണ് ഈ സെന്റ് ആന്റണീസ് ചർച്ച്. അത് ഇവിടുത്തെ ഗവൺമെന്റ് നിലനിർത്തിയിട്ടുണ്ട്. പണ്ട് ഞാൻ വന്നൊരു ടൈമിൽ രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലോട്ട് വരുന്നത് നമ്മളൊരു വാനിലൊക്കെ ആയിരുന്നു. 2017 ശേഷമാണ് ഇവിടെ റോഡ് തന്നെ വന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ തൂണുകളെല്ലാം കാണുന്നത് റെയിൽവേ സ്റ്റേഷന്റെ വാട്ടർ ടാങ്കാണ്. ഒരു മഴവില്ലുണ്ടേ ചേരൊത്ത നിറങ്ങൾ തന്നേ, കാണാത്തൊരു കനവും കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ, മുടിയാട്ടും കടലും കണ്ടേ, കളിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. வணக்கம், என் பேர் வந்து ஜெகநாதன். நாங்கள் பாரம்பரியமாக மீனவர்கள், மீன் பிடிக்கிறவர்கள். எங்கள் அப்பா அச்சன் அப்பா தாத்தா எல்லாரும் மீனவர்கள். நாங்கள் வந்து மீன் பிடிக்கிற ஆளுக்கு தான். இப்போ இங்கே வந்து இந்த ரோடு வரவும் இந்த கடை இது வச்சுருக்கோம். எங்களுக்கு போட்டுருக்கு, மீன் பிடிக்கிறோம். அரிச்சல் மோனை இதில் இது வந்து நடு சென்டர், தனுஷ்கோடி நடு சென்டர். இதுலேருந்து அங்கே வந்து இப்போ ஒரு 6 கிலோமீட்டர் போகணும். அரிச்சல் மோனை போய் அங்கே போய் பார்த்தா ரவுண்டா போட்டுருக்கு. ஸ்ரீலங்கா அதுலேருந்து 18 கிலோமீட்டர். கடலில் தெய்வம் அவர் ஒன்றும் பண்ணாரு, மேலே இருக்காரு, அவர் பார்த்துட்டே இருப்பார். நீங்களும் சேர்ந்தா இந்த ஓட்டையாக இருக்குது, ஓட்டையை பிஞ்சு போச்சு, ஏன்ட்டே போய் வாங்குறது, தோட்டை கழட்டி வீடு தான் 1 கிலோ மாலை நம்ம. മുടിയാട്ടും കടലും കണ്ടേ, കളിയാടണ കാടും കണ്ടേ. എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഫുൾഫിൽ ചെയ്യണം, അത് എൻജോയ് ചെയ്യണം എന്നൊക്കെയായിരുന്നു ഈ ഒരു സോളോ റൈഡിൻ്റെ ഉദ്ദേശം. ഇവിടെ എത്തുന്നവരെ അത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. നമുക്ക് ധനുഷ്കോടി ഒരു കൗതുക കാഴ്ച മാത്രം. പക്ഷേ 1964 ഇവിടെ നടന്ന സംഭവത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും അത് നേരിട്ട് അനുഭവപ്പെട്ട ആൾക്കാരെ കാണുകയും കൂടുതൽ അടുത്തറിയുകയും ചെയ്തപ്പോൾ ഒരു സങ്കടത്തോടെ മാത്രമേ എനിക്ക് ഈ യാത്ര അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ. സോ ഗോസ്റ്റ് ടൗൺ വെച്ച് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. See you in next video. Until then, bye bye.